എന്നെപ്പോലെ വഴുതനങ്ങ കഴിക്കാത്ത ആൾക്കാരാണോ നിങ്ങളും? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങളിതിൻ്റെ ഫാനായി മാറും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അതിനായിട്ടൊരു വലിയ വഴുതനങ്ങ എടുക്കുക. അത് നന്നായിട്ടൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് ഇതേപോലെ മുറിച്ച് വയ്ക്കുക. മുറിച്ച് വെച്ച വഴുതനങ്ങയിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മസാലയ്ക്കെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിക്കുക, വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. എന്താണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നന്നായിട്ടൊന്ന് മുരികിച്ചെടുത്താൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു ഭാഗം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് മറിച്ചിട്ട് അടുത്ത ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കാം. അതിനുശേഷം ഈ വഴുതനങ്ങ എല്ലാം ഒരു ബൗളിലോട്ടോ പാത്രത്തിലോട്ടോ മാറ്റിയിട്ട് നല്ല കട്ട തൈര് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതെല്ലാം ഒന്ന് ഇതേപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലേശം ഉപ്പും കൂടി ഒഴിക്കുക. അതിനുശേഷം മുളക് പൊടിയൊക്കെ പൊട്ടിച്ചിട്ടുള്ള കടുകൊക്കെ പൊട്ടിച്ചുള്ള താളിച്ച് മിക്സും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, അതേപോലെ ഒടുക്കത്തെ ടേസ്റ്റുമാണ്. അപ്പോൾ നല്ല ചോറിൻ്റെ കൂട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.